സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റേർഡ് ക്രീം ബണ്ണിൻ്റെ റെസിപ്പി ആട്ടോ. ഓവനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഒരു ബൗളിൽ 1 കപ്പ് ചെറിയ ചൂടുള്ള പാല്, അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇതുപോലെ നല്ലോണം പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 മുട്ട, 2.5 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ബാറ്റർ ഒന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങി വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് പാല്, ഒരു 1/4 ടീസ്പൂൺ വനില എസൻസും പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുറുക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കി വെക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബൺ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒരു കുഴിവുള്ള ഒരു തവി എടുത്തിട്ടുണ്ട്. ഇതിൽ ആ നല്ല ചൂടുള്ള എണ്ണ കുറച്ചെടുത്തിട്ട് അതിലേക്ക് വേണം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതാ ഇതുപോലെ സ്പൂൺ കൊണ്ട് ചൂടുള്ള എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നടുഭാഗം കീറിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടല്ലോ അതുകൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റാർഡ് ക്രീം ബണ്ണ് റെഡി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.